ഒരു വട്ടം പറഞ്ഞാലും പലവട്ടം പറഞ്ഞാലും നിലപാടാണ്. ആ നിലപാടിന് മാറ്റമില്ല. ADGP എന്തിനു വേണ്ടി വീണ്ടും വീണ്ടും നടന്ന് കാണുന്നു RSS നേതാക്കളെ ഊഴമിട്ട് ആണ് വിഷയം. കേരളത്തിലെ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്ക് RSSന്റെ മേധാവികളുമായിട്ട് ഇത്തരം കൂടിക്കാഴ്ചയ്ക്ക് എന്താ അടിസ്ഥാനം? ഈ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ആ ചോദ്യം ശരിയാണ്. അജിത് കുമാറിനെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ അജിത് കുമാറിനെതിരായി നടപടിയെടുത്താൽ അത് RSSനെ മുറിപ്പെടുത്തും, RSSനെ വേദനിപ്പിക്കും എന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനൊരു നിലപാടെടുത്തിരിക്കുന്നത്. മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. സ്യൂഡോ സെക്കുലറിസത്തിന്റെ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. പരിഹാസനായിട്ടാണ് മുഖ്യമന്ത്രി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഈ താൻ പറയുന്നതെല്ലാം കേട്ട് നടക്കുന്ന ആളുകളോട് അസാധാരണമായ ഒരു കരുതലാണ് ഉള്ളത് എന്നുകൂടി ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. സ്വന്തം ഘടകകക്ഷികളിൽപ്പെട്ട നേതാക്കൾക്ക് പോലും പാർട്ടികൾക്ക് പോലും വിശ്വാസമില്ലാതായിരിക്കുന്നു ഇപ്പോൾ പിന്തുടരുന്ന ഈ നയസമീപനത്തിൽ. RSSന്റെ നേതാക്കളെ ഊഴം വെച്ച് കാണാൻ നിൽക്കുന്ന ഒരാളെ നമ്മളെന്തിന് പ്രധാനപ്പെട്ട ചുമതലയിൽ നിലനിർത്തിയിരിക്കുന്നു എന്നത് CPI അടക്കമുള്ള കക്ഷികൾക്ക് ഇപ്പോഴും ദഹിക്കുന്നില്ല. പക്ഷേ ഭരണനായകൻ മുഖ്യമന്ത്രിയാണ്, അതിലെ മദർ പാർട്ടി CPIM ആണ്. അവർ ഈ കാര്യത്തിൽ ഇപ്പോഴും സംരക്ഷിച്ചു പിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. RSS നേതാവിനെ കണ്ടത് എന്തിനാണ് എന്ന് അന്വേഷിച്ച് നിജസ്ഥിതി ബോധ്യപ്പെടുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. RSS നേതാവിനെ കണ്ടത് എന്തിനായിരിക്കും എന്നായിരിക്കും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരിക. ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. നൈതികമായ ഒരു നിലപാടിനെ മുൻനിർത്തി, രാഷ്ട്രീയമായ ഒരു നിലപാടിനെ മുൻനിർത്തി, ധാർമ്മികമായ ഒരു നിലപാടിനെ മുൻനിർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങളൊരു നടപടിക്കുമില്ല എന്ന് പറയുന്നു CPM. ഇത്രമേൽ സഹതാപം നിറഞ്ഞ ഒരു കണ്ണിലൂടെ അല്ലാതെ CPIMനെ, ഈ കാലത്തെ CPIMനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. VD സതീശൻ പറയുന്നത് പോലെ നോക്കൂ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രിന്റു മഹാദേവ് അടക്കമുള്ള ആളുകൾ RSS നേതാക്കളെ കണ്ടാൽ എന്താണ് കുഴപ്പം? അത് ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്, അതിനെ നിങ്ങളിങ്ങനെ ഭീകരവൽക്കരിക്കരുത് എന്നതാണ് അവരുടെ എപ്പോഴത്തെയും വാദം. അപ്പോൾ അങ്ങനെ കണ്ട ഒരാളെ പുറത്താക്കിയാൽ RSSന് വേദനിക്കുമോ? RSS തന്നോട് മുഷിയുമോ? RSS തൻ്റെ സർക്കാരിനോട് മുഷിയുമോ എന്ന ഭയപ്പാടാണോ മുഖ്യമന്ത്രിക്ക്? അതോ അതിനുമപ്പുറം ഇത്ര വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും, സഖാക്കൾ ഒന്നാകെ നിരാശയിലാണ്ട് പോയിട്ടും ഇപ്പോഴും അജിത് കുമാറിനെ ചേർത്തണച്ചു പിടിക്കാൻ പിണറായി വിജയനെ പ്രചോദിപ്പിക്കുന്ന ആ ദുരൂഹമായ ആരും കാണാത്ത ഘടകം എന്തായിരിക്കും? ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നും ഈ വിഷയം സംസാരിക്കുന്നു. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ റെജി ലൂക്കോസ് ഉണ്ട്, CPIM സഹയാത്രികൻ, പ്രിന്റു മഹാദേവ് BJP നേതാവ് എന്നിവരാണ്. കോൺഗ്രസ് പ്രതിനിധിയെയും അല്പസമയത്തിനകം ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കൂ റെജി ലൂക്കോസ്, കോമ്രേഡ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി കോമ്രേഡ് ബിനോയ് വിശ്വം ഇപ്പോഴും ഈ സംരക്ഷണ കവചത്തിൽ അതൃപ്തനാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അതൃപ്തി എന്നത് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം RSSകാരെ പോയി കാണുന്ന ഒരാൾ നമ്മുടെ ഭരണത്തിൽ ഒരു അനുചിതമായ കാഴ്ചയാണ് എന്ന നൈതികമായ നിലപാടാണ്, രാഷ്ട്രീയ ധാർമ്മികത മുൻനിർത്തിക്കൊണ്ടുള്ള നിലപാടാണ്. നിങ്ങൾക്ക് ആ രാഷ്ട്രീയ ധാർമ്മികതയില്ല, നിങ്ങൾക്ക് ആ നൈതിക മൂല്യവുമില്ല. നിങ്ങൾ അന്വേഷിച്ച് പിടിച്ചു വരുമ്പോൾ അന്വേഷണ റിപ്പോർട്ട് നോക്കി നടപടിയെടുക്കാനിരിക്കുന്ന കേവല സാങ്കേതികവാദികളായി ചുരുങ്ങിപ്പോയിരിക്കുന്നു. കഷ്ടം. അല്ല നിഷാദെ, ഇവിടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞ കാര്യങ്ങൾ ആദ്യമായിട്ടല്ല. അദ്ദേഹം ഈ വിഷയം പുറത്തു വന്ന അന്ന് മുതൽ അവരുടെ പാർട്ടിയുടെ ദേശീയ നേതാവും സംസ്ഥാന സെക്രട്ടറിയും എല്ലാം ഈ അഭിപ്രായങ്ങൾ പറയുന്നതാണ്. നിങ്ങൾ ഇതിനകത്ത് മറച്ചു വെച്ചൊരു കാര്യമുണ്ട്. LDF കൂടിയപ്പോൾ പിന്നെ ഈ അന്വേഷണത്തിൻ്റെ റിസൾട്ട് വരെ നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ അനുസരണയോട് കേൾക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തൊരു പാർട്ടിയാണ് CPI. അദ്ദേഹം ഇന്നും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, മുഖ്യമന്ത്രി അന്വേഷണത്തിൻ്റെ പൂർത്തീകരണം വരെ കാത്തിരിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അങ്ങനൊരു നീതി മുഖ്യമന്ത്രിക്ക് നൽകണം, അതുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അതിനകത്ത് എന്ത് ധാർമ്മികമായിട്ടുള്ള പ്രശ്നമാണുള്ളത്? നിങ്ങൾ CPI ചെറുതായി കാണിച്ചുകൊണ്ടല്ലേ ഇപ്പോൾ ഇതിനകത്ത് ചർച്ചയിൽ പിന്നെ തുടക്കം കുറിച്ചത്. CPI അവരുടെ നിലപാട് പറഞ്ഞു, RJD അവരുടെ നിലപാട് പറഞ്ഞു, ഘടകകക്ഷികളുടെ മറ്റുള്ളവരുടെ നിലപാട് എന്താണെന്നുള്ളത് ഇവിടെ പുറത്താരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളം കാണുന്നത് എന്താ? അതിനെക്കുറിച്ചൊരു അന്വേഷണം പിന്നെ ഉത്തരവിട്ടിരിക്കുന്നു, DGP അന്വേഷിക്കുന്നു. ഇന്ന് ADGP MR അജിത് കുമാറിനെ 4 മണിക്കൂറോളം അദ്ദേഹത്തിന് മൊഴിയെടുത്തിരിക്കുന്നു. അതനുസരിച്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കും. മുഖ്യമന്ത്രി റിപ്പോർട്ടിൽ അദ്ദേഹം കുറ്റക്കാരനാണ്, നിയമപരമായ രീതിയിലുള്ള റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം നടപടി സ്വീകരിക്കുക. അത് യാതൊരു സംശയമില്ല. ഇതുതന്നെയാണ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത്. ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറയുന്നത് ഇങ്ങനെയാണ്, അതുപോലെ തന്നെ LDF കൺവീനർ പറയുന്നത് അത് തന്നെയാണ്, പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരിൽ അത് തന്നെ പറയുന്നു. പിന്നെ നൈതികതയെക്കുറിച്ചൊരു അളവ് വെക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുള്ളത്? എനിക്കത് മനസ്സിലാകുന്നില്ല.
ഇവിടുത്തെ മാധ്യമങ്ങൾക്കാണ് പ്രശ്നം. അവരാണ് കേരളത്തിലെ CPM-നെയും ഇടതുപക്ഷ സർക്കാരിനെയും കാലങ്ങളായിട്ട് ഇങ്ങനെ അവരുടെ ധാർമ്മികതയെ വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. RSSന്റെ നേതാവിനെ കാണാൻ പാടില്ല ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ളത് അത് ഏതാണ്ട് ഈ സമീപകാലം വരെ അതിനൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അതിനൊരു കേന്ദ്ര സർക്കാരിൻ്റെ UPA സർക്കാർ മുതലെടുത്തിരിക്കുന്ന തീരുമാനമാണ്. അതിനൊരു ചട്ടമുണ്ടായിരുന്നു. അത് പിൻവലിച്ചത് BJP സർക്കാരിൻ്റെ അടുത്ത കാലത്താണ് പിൻവലിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യത്തിന് യൂണിഫോം ഇല്ലാതെ കൊണ്ട് സ്വന്തമായി അദ്ദേഹത്തിന് സർക്കാർ നൽകിയിരിക്കുന്ന വാഹനം ഉപയോഗിക്കാതെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനൊപ്പം പോയി കണ്ടു. ആ കണ്ടതിനെക്കുറിച്ച് സർക്കാരിന് വിജിലൻസിന് റിപ്പോർട്ട് കിട്ടിയപ്പോൾ അത് ചോദിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ്. അദ്ദേഹം പറഞ്ഞാൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് കണ്ടാണെന്ന് പറഞ്ഞു. വ്യക്തിപരമായ കാര്യത്തിന് കാണുന്ന ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ നിയന്ത്രണം ഒരാൾ ഇപ്പോൾ LDFന്റെ കൺവീനർ പറയുന്നതും താങ്കൾ പറയുന്നതും ഒരേ വാചകമാണ്. ഒരാൾ കാണാൻ പോയി എന്നതുകൊണ്ട് അയാളെ കുറ്റവാളിയാക്കരുത്. എന്തിന് കണ്ടു എന്നതായിരിക്കണം നമ്മുടെ പരിശോധനാ വിഷയം. EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതിനകത്ത് രാഷ്ട്രീയ ഗൂഢാലോചനയൊന്നുമില്ല, പാർട്ടി മാറാനുള്ള പദ്ധതിയുമില്ല, ഏതെങ്കിലും തരത്തിലുള്ള CPM BJP ബാന്ധവത്തിൻ്റെ ഭാഗമല്ല. അദ്ദേഹം വന്നു, കുശലാന്വേഷണം നടത്തി പോയി എന്നാണല്ലോ EP ജയരാജൻ പറഞ്ഞത്. പക്ഷേ അത് പാതകമായി കണ്ട പാർട്ടിയല്ലേ ഈ പാർട്ടി. കാരണം ആ കൂടിക്കാഴ്ച ശരിയായിരുന്നില്ല എന്നതാണ് ഈ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട്. ആ രാഷ്ട്രീയ നിലപാട് ഈ പാർട്ടിക്ക് എല്ലാ കാര്യത്തിലും RSSനോട് വേണ്ടേ? അതോ അജിത് കുമാർ കാണാൻ പോയാൽ അദ്ദേഹം പോയി കണ്ടതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് കുഴപ്പമൊന്നുമുള്ളതല്ലെങ്കിൽ ഇനിയും കണ്ടോട്ടെ എന്നതാണോ CPMന്റെ നിലപാട്? അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയവുമില്ല. EP ജയരാജൻ്റെ നിലപാടിനെ മുഖ്യമന്ത്രി തന്നെ അന്ന് തള്ളി പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം വാദക്കിൽ വന്ന് മുട്ടുന്ന ഒരാളോട് കയറിയിരിക്കാൻ പറയാന്നുള്ളൊരു ഒരു ആദിത്യ മര്യാദയുടെ പേരിൽ അദ്ദേഹം കയറ്റിയിരുന്നത് അദ്ദേഹത്തിന് എക്സ്പ്ലനേഷൻ വന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. എങ്കിലും ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വീഴ്ച പറ്റിയെന്നുള്ള പാർട്ടി കണ്ടെത്തി. അവിഹിതമായ ബന്ധത്തിന് ശ്രമിച്ചില്ല, വന്നു, കണ്ടു, ചായ കുടിച്ചു, പിരിഞ്ഞു. അതിലെന്താണ് തെറ്റ്? അതിനെ ആ വിശാല സമീപനത്തിൽ മനസ്സിലാക്കാത്തത് എന്തേ? RSS പ്രധാന സംഘടനയാണെന്നൊക്കെ പറഞ്ഞ ഷംസീർമാരുടെ പാർട്ടി എന്താ അത് മനസ്സിലാക്കാത്തത്? അത് തെറ്റാണെന്നും അത്തരം കൂടിക്കാഴ്ചകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയില്ലെന്ന് അറിയാം. അതുകൊണ്ട് EP ജയരാജനെ മാറ്റി. പാവം EP ജയരാജൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ ഒരു ജാവദേക്കറെ കണ്ടതിന് ഇങ്ങനെ എൻ്റെ പ്രധാനപ്പെട്ട പണി തെറിച്ചു. ഇതിനു മുമ്പ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം പോയിട്ടുണ്ട് വേറെ കാര്യത്തിന്. ഇപ്പോൾ ഇതാ RSSകാരെ നിരന്തരം പോയി കണ്ട ADGP എൻ്റെ പ്രിയപ്പെട്ട നേതാവ് പിണറായി വിജയനാൽ ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു. സത്യത്തിൽ EP ജയരാജൻ്റെ കാര്യത്തിൽ സഹതാപവും സങ്കടവും തോന്നുകയാണ് ശ്രീ റെജി ലൂക്കോസ്. അല്ല, EP ജയരാജൻ്റെ കാര്യത്തിൽ നിങ്ങൾ സങ്കടപ്പെട്ടു, നിങ്ങൾ കണ്ണീരൊഴുക്കി, ഒരു പ്രശ്നമല്ല. EP ജയരാജനെ മാറ്റിയത് അതിൻ്റെ പേരിലല്ല എന്നും പാർട്ടിയുടെ ഒരു പൊതുവായ രീതിയിലുള്ള ഒരു നടപടി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആയുഷ്കാല ആ പദവിയിൽ ആരും ഇരിക്കാറില്ല, അത് പ്രത്യേകം പറഞ്ഞു. എങ്കിലും അതിനകത്ത് അധാർമികത ഉണ്ടെന്ന് പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. പറഞ്ഞത് അന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ആ ഇലക്ഷൻ്റെ അന്ന് വോട്ടെടുപ്പിന് അന്ന് രാവിലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു അത് അധാർമികതയാണ്. പിന്നെ അത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞു. ആ ഒരു നിലപാടിലാണ് പാർട്ടി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. എന്തിനാണ് RSSന്റെ നേതാക്കളെ പോയിട്ട് ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ കാണുന്നത്? കാണാൻ പാടില്ല. RSS പലതരത്തിൽ കരിനിഴലുള്ള ഒരു സംഘടനയാണ്. ആ സംഘടന ഒരു ഫാസിസ്റ്റ് രൂപിയായ സംഘടനയാണ് എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രഖ്യാപിത നയം. ആ ഫാസിസ്റ്റ് രൂപിയായ സംഘടനയുടെ പരിപാടികൾ വർദ്ധിതാവേശത്തോടെ ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയും ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുകയും ചെയ്യുന്നു എന്നതാണ് 22ാം പാർട്ടി കോൺഗ്രസിന്റെ കരട് നയരേഖ പറയുന്ന കാര്യം. അപ്പോൾ അതേ RSSന്റെ നേതാക്കളെ അടിക്കടി പോയി കണ്ട ഒരു കാര്യവും ഒരു പ്രധാനപ്പെട്ട പോലീസുകാരനില്ല. അപ്പോൾ കണ്ടോട്ടെ, കണ്ടതിൻ്റെ കാര്യം എന്താണെന്ന് നോക്കട്ടെ. എന്തിനാണിങ്ങനെ? ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവില്ല റജി. അല്ല നിഷാദ്, നിയമപരമായിട്ട് ആ ഉദ്യോഗസ്ഥന് RSSന്റെ ഒരു നേതാവിനെ പോയി കാണുന്നതിനകത്ത് യാതൊരു നിയമ തടസ്സവും ഇല്ല. ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റേണ്ടതാണെന്നുള്ള ഒരു ആദ്യകാലം മുതലേ ഈ ചർച്ചകളില്ലാതെ ഞങ്ങളെല്ലാം പറയുന്നുണ്ട്. നിയമപരമായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല. അജിത് കുമാറിന്റെ നിയമവും ധാർമ്മികതയൊക്കെ അയാളുടെ കാര്യമാണ്. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ ധാർമ്മികത എന്താണ്? നിങ്ങൾ ജേക്കബ് തോമസ് എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയം മാറിയപ്പോൾ ചെയ്തത് എന്താണ്? നിങ്ങൾ സെൻകുമാറിന്റെ രാഷ്ട്രീയം മാറിയപ്പോൾ ചെയ്ത സമീപനം എന്താണ്? അവരെ ആരെയും പ്രധാനപ്പെട്ട കസേരയിൽ പിടിച്ചിരുത്തിയില്ലല്ലോ. അവരെ നിങ്ങൾ എന്താ ചെയ്തത്? കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതല്ലേ?
അല്ല തീർച്ചയായിട്ടും അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ആ ധാർമ്മികതയുടെ അളവ് പോലെ പിന്നെ ഏത് രീതിയിലാണെന്നുള്ളത് അളക്കാനായിട്ടല്ലേ ഇപ്പം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് തലപ്പത്തുള്ള DGP ഇന്ന് അദ്ദേഹത്തിന് 4 മണിക്കൂർ അദ്ദേഹത്തിന് മൊഴിയെടുത്തിരിക്കുന്നു. ആ റിപ്പോർട്ട് കൊടുത്താൽ ഉടൻ തന്നെ ആ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, മലപ്പുറത്തെ കുറെ പോലീസുകാരെ മാറ്റിയല്ലോ, SP മാറ്റിയല്ലോ, DYSP മാറ്റിയല്ലോ, അതിന് വല്ല അന്വേഷണ റിപ്പോർട്ടും കാത്തിരിക്കേണ്ടി വന്നോ? ഒരു അന്വേഷണ റിപ്പോർട്ടും ഉണ്ടായില്ല. അൻവർ ഉന്നയിച്ച പ്രശ്നം കേട്ടു, മലപ്പുറത്തെ ആളുകളെ കംപ്ലീറ്റ് ഷഫിൾ ചെയ്തല്ലോ. എന്താ ഇയാളെ മാറ്റാത്ത എന്താണ്? അന്വേഷണ റിപ്പോർട്ടാണ് പ്രശ്നമെങ്കിൽ അപ്പുറത്തും അന്വേഷണ റിപ്പോർട്ട് വേണ്ടേ? അത് തെറ്റാണ് നിഷാദേ. കേരളത്തിലെ DGP പ്രഥമ ദൃഷ്ടിയാൽ അവർ ചെയ്ത് തെറ്റാണെന്നുള്ള റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൊടുത്തതിൻ്റെ പേരിൽ തന്നെയാണ് സുജിത് ദാസ് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതും പിന്നെ മലപ്പുറത്തെ SP-നെ വിജിലൻസിലേക്ക് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തതും മറ്റ് 7 പിന്നെ DYSP-മാരെ സസ്പെൻഡ് ചെയ്തതും സ്ഥലമാറ്റം കൊടുത്തതും ഒരു DYSP സസ്പെൻഡ് ചെയ്തതും അല്ലാണ്ട് അന്വേഷണാത്മകമൊന്നും മതി. ഏതെങ്കിലും പരാതി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ആ പരാതി അന്വേഷിക്കുക എന്നുള്ളത് ഇന്ത്യൻ നിയമത്തിന്റെ ഭാഗമല്ലേ? അത് തന്നെ അവിടെ ചെയ്തിരിക്കുന്നത്. അന്വേഷണത്തിലൂടെ കണ്ടെത്തി കഴിഞ്ഞു. സർക്കാരെടുത്ത പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അവിടെയുള്ള ആളുകൾ, പ്രധാനപ്പെട്ട ഇരിക്കുന്ന ആളുകളെ മൊത്തം മാറ്റാനുള്ള പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അല്ലാതെ ഈ പറയുന്ന എല്ലാ DYSP-മാർക്കും SP-ക്കെതിരെ എല്ലാം അന്വേഷണ റിപ്പോർട്ട് ഉണ്ടെന്നാണോ? അങ്ങനല്ല, അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. താങ്കൾ വെറുതെ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കരുത്. അല്ല അങ്ങനെയാണ്. അല്ലല്ല, ഞാനൊരു ആശയക്കുഴപ്പത്തിലാക്കിയിട്ടില്ല. അങ്ങനെയാണെന്നുള്ളത് സുജിത് ദാസിനെ എങ്ങനെ സസ്പെൻഡ് ചെയ്തത്? എന്തുകൊണ്ടാണ് പാലക്കാട് DYSP-യെ സസ്പെൻഡ് ചെയ്തത്? സസ്പെൻഷനിലാക്കുന്നതും ഓർഡറിൽ മാറ്റുന്നതും ശരിക്കും സർക്കാരിന്റെ ഡിസ്ക്രിപ്ഷനാണ്. ആ സർക്കാർ ഇത് കൃത്യമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. നടപടി എടുക്കുന്നതിന് പ്രോപ്പർ അന്വേഷണം വേണം, അന്വേഷണ റിപ്പോർട്ട് വേണം. ഷഫലിങ്ങിന് അത് വേണ്ട. ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ, ഇഷ്ടപ്പെട്ട കസേരയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എടുക്കുന്ന തീരുമാനത്തിന് അന്വേഷണ റിപ്പോർട്ട് വേണ്ട. അത് പൊളിറ്റിക്കൽ വില്ലാണ്, അത് രാഷ്ട്രീയ തീരുമാനമാണ്, സർക്കാരിന് എടുക്കാം. അതാണ് ഇപ്പോൾ മലപ്പുറത്ത് കണ്ടത്. സുജിത് ദാസിന്റെ കാര്യത്തിൽ നടപടിയാണ്, അതിന് പ്രോപ്പർ സംവിധാനം നടന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് എല്ലാവരെയും മാറ്റിയിട്ട് അജിത് കുമാറിനെ മാത്രം മാറ്റാത്തതാണ് ചോദ്യം. അല്ല, ഞാനത് പൂർത്തീകരിക്കാനുള്ള സമയം തരും എനിക്ക്. അത് നിങ്ങൾ പറഞ്ഞ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയപരമായ തീരുമാനം എന്നുള്ളതിനെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു കൂട്ട സ്ഥലമാറ്റം കൊടുത്ത് ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ പരാതിയുടെ പേരിലെന്ന് നിഷാദിന് പറയാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു സ്റ്റേറ്റിലും ഒരു ജില്ലയിലും നടന്നിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ലക്ഷ്യം എന്താണ്? നിങ്ങൾക്ക് ഈ ധാർമ്മികത എന്ന് പറയുന്ന അളവുകൾ വെച്ചുകൊണ്ട് CPM-നെ ഈ രീതിയിൽ RSS-ആയിട്ട് കൂട്ടിക്കെട്ടുക. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ. BJP-യുടെ ലീഗൽ സെല്ലിൽ MLA കൂടിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതൊന്നും നിങ്ങൾക്ക് ധാർമ്മികയുടെ അളവുകളോടെ ഇല്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ സെൻകുമാറിനെ കുറിച്ച് പറഞ്ഞില്ലേ? സെൻകുമാറിനെ കുറിച്ചുള്ള ആരോപണം പിന്നെ UDF-ന്റെ കാലത്തോടെ പുറത്തു വന്നതല്ലേ? UDF-ന്റെ അടുത്ത് പുറത്തു വന്നതല്ലേ? ജേക്കബ് തോമസിനെ കുറിച്ചുള്ള ആരോപണം UDF-ന്റെ അടുത്ത് പുറത്തു വന്നതല്ലേ? ആ ജേക്കബ് തോമസിനെ പിന്നെ പദവിയിൽ നിന്ന് മാറ്റി, ചെറിയ പദവിയിലേക്ക് മാറ്റി. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞെന്താ, എനിക്ക് 25 വർഷമായിട്ട് RSS-ഉമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ ആളാണ് ജേക്കബ് തോമസ് IPS പറഞ്ഞ ആള്. DGP റാങ്കിൽ റിട്ടയർ ചെയ്ത ആളാ. ആ നടപടികളൊക്കെ സ്വീകരിച്ച ഒരു ഇടതുപക്ഷ സർക്കാരിനെ അധാർമികമായ രീതിയിൽ നിങ്ങൾ ചിത്രീകരിക്കുന്നതിനകത്ത് എന്ത് ജേക്കബ് തോമസിനെ മാറ്റിയ കാര്യം പറയുമ്പോൾ, സെൻകുമാറിനെ മാറ്റിയ കാര്യം പറയുമ്പോൾ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ പോലീസ് ഉപദേഷ്ടാവായി രമൺ ശ്രീവാസ്തവ എന്ന കുപ്രസിദ്ധനായ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും വിമർശനങ്ങളെ വകഞ്ഞുമാറ്റി മുന്നോട്ട് പോവുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. വലിയ കഥ പറയല്ലേ? വലിയ കഥ പറയുമ്പോൾ ഇത് പറയേണ്ടി വരും. രമൺ ശ്രീവാസ്തവ, അയാളുടെ ചരിത്രം എന്തായിരുന്നുവെന്നും അയാൾ ചരിത്രത്തിൽ കേട്ട പഴി എന്താണെന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാത്തതല്ല. പക്ഷെ അയാൾ തന്നെ വേണം പിണറായി വിജയനെ ഉപദേശിക്കാൻ. ഉപദേശത്തിൻ്റെ കഥ, ഉപദേശത്തിന് ശേഷം പോലീസ് പോയ വഴിയാണ് ഈ കാണുന്ന 8 വർഷത്തെ വഴിയെന്നുകൂടി കാണണം. അതുകൊണ്ട് ഞങ്ങൾ സെൻകുമാറിനോട് നിങ്ങൾക്ക് വേറെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് സെൻകുമാറിനെ മാറ്റി. എന്നിട്ട് നിങ്ങളൊരു ന്യായം പറഞ്ഞു, അയാൾ RSS ആണെന്ന്. അയാൾ RSS ആയതുകൊണ്ടാണ് മാറ്റിയെങ്കിൽ ഇപ്പം നിങ്ങൾ അജിത്തിനെ മാറ്റിയേനെ, നിങ്ങൾ രമൺ ശ്രീവാസ്തവയെ മാറ്റിയേനെ. ആളുകളെ മാറ്റാൻ RSS നിങ്ങൾക്കൊരു കാരണമല്ല, ഒരു കാലത്തുമല്ല. നിങ്ങൾ സെൻകുമാറിനെ മാറ്റിയത് സെൻകുമാറുമായിട്ടുള്ള നിങ്ങളുടെ വേറെ ഇഷ്യൂ ആണ്. അതിന് നിങ്ങൾ RSS ആണെന്ന ചില ന്യായം പറഞ്ഞു. RSS-കാർ ഒരു പദവിയിലിരിക്കാൻ പാടില്ല CPM ഭരണത്തിൽ എന്ന് നിങ്ങൾക്ക് നയനിലപാടുണ്ടായിരുന്നുവെങ്കിൽ രമൺ ശ്രീവാസ്തവയോടെ ഉണ്ടാവുമായിരുന്നില്ല, ഈ അജിത് കുമാറും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് സെൻകുമാറിൻ്റെ കഥ പറയല്ലേ, ഇനി പറയല്ലേ, പണ്ട് പറഞ്ഞത് പറഞ്ഞു. അല്ലല്ല നിഷാദെ, അങ്ങനെയൊന്നും പറഞ്ഞു പോകാൻ പറ്റത്തില്ല. ചരിത്രം നിഷാദിനുമല്ല, ഈ കേൾക്കുന്ന പ്രേക്ഷകർക്കും അറിയാം. രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന ചാരക്കേസ് എന്ന് പറയുന്ന കുപ്രസിദ്ധമായിട്ടുള്ള കള്ളക്കഥയുടെ രചിച്ചയാളെന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഈ എല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അംബിതാരാണ് ഉൾപ്പെടെ അദ്ദേഹത്തിനെ സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കി. അത് നിങ്ങൾ അറിഞ്ഞില്ലേ? ആ സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കി. അതിനുശേഷം രമൺ ശ്രീവാസ്തവയെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പരാതി കേട്ടിട്ടുണ്ടോ? അത് ശരിയാണ്. രമൺ ശ്രീവാസ്തവയുടെ മാധ്യമങ്ങള് വലിയ പെൺകുട്ടിയെ കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്.
ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തല കഥ താങ്കൾക്ക് അറിയാത്തതായിരിക്കും, ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ താങ്കൾ അതും സൗകര്യപൂർവ്വം മറന്നു പോകാനും വഴിയില്ല. അദ്ദേഹത്തിന്റെ കുപ്രസിദ്ധമായ വയർലെസ് സെറ്റ് മൊഴിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. പക്ഷേ അങ്ങനെ കുപ്രസിദ്ധനാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞല്ലോ, അതറിയാത്ത കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലില്ല, സീനിയർ ലീഡേഴ്സ് ഇല്ല. പക്ഷേ രമൺ ശ്രീവാസ്തവ മതി, അജിത് കുമാർ മതി, എന്നിട്ട് ഞങ്ങൾ RSSകാരാണെങ്കിൽ വെച്ച് വാഴിക്കില്ല കേട്ടോ എന്ന കപടവാചകം ഇനി ഈ കേരളത്തോട് പറയല്ലേ? ഞങ്ങളാരും അവിടെ വാചകം പറഞ്ഞില്ല. നിങ്ങൾ എത്ര നാൾ വേട്ടയാടി ഈ നമ്പിനാരായണനെ കുപ്രശസ്തനായിട്ട് രാജ്യദ്രോഹിയായിട്ട് രാജ്യത്തിന് ചാരപ്രവർത്തനം നടത്തിയായിട്ട് അവസാനം സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും നമ്മളെല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിന് പാടിപ്പൊടുത്തില്ല. 50 ലക്ഷം രൂപ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുത്തില്ലേ? ഒരു കാലത്ത് എന്തായിരുന്നു? ഏതാണ്ട് 10-12 വർഷക്കാലത്ത് ആ മനുഷ്യനെ രാജ്യദ്രോഹിയായി ചിത്രിച്ചില്ലേ? ആ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനെ ഉൾപ്പെടെ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അതൊന്നും ഒരു മാനദണ്ഡമല്ല. കോടതി വിധിച്ചാൽ ആ വിധിയാണ് അന്തിമ തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ പറഞ്ഞൊന്നും വേട്ടയാടണ്ട. ഈ പറയുന്ന കഥകളൊക്കെ ഒരു കാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ചതാ. കലാകുതിയാണ് അത് പുറത്തു കൊണ്ടിരിക്കുന്നത്. ഈ പാവപ്പെട്ട 2 സ്ത്രീകളെയും ഈ വിശ്വസിക്കുന്നില്ല, വേണ്ട, അത് നിങ്ങളുടെ കാര്യമാണ്. ഞാനൊന്ന് പറയാം. പ്രിന്റു മഹാദേവ് BJP നേതാവ്. പ്രിന്റു നോക്കൂ, CPIM-നകത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തും വലിയ കാലുഷ്യം നടക്കുന്നു, കലഹം നടക്കുന്നു. ഇദ്ദേഹം RSSനെ കണ്ടതാണ്, മാറ്റണമെന്ന് CPI പോലുള്ള അവിടുത്തെ രണ്ടാമത്തെ ലാർജസ്റ്റ് കക്ഷി ആവശ്യപ്പെടുന്നു. RJD ആവശ്യപ്പെടുന്നു, ഇയാളെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. നോക്കൂ, RSS നേതാവിനെ കണ്ട ഒരാൾ പാടില്ല. കേരളത്തിലെ അടിത്തട്ട് സഖാക്കൾ മുഴുവൻ അജിത് കുമാറിനെ മാറ്റണം എന്ന അഭിപ്രായക്കാരാണ്. കാരണം ഈ വിഷയത്തിൽ പിണറായി വിജയനെ സംരക്ഷിക്കാൻ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും നമ്മൾ കാണുന്നില്ല CPM-ൽ നിന്ന്. എന്നിട്ടും പക്ഷേ പിണറായി വിജയൻ ഒറ്റയ്ക്ക് നിന്ന്, പ്രിന്റു കേൾക്കണം, പിണറായി വിജയൻ ഒറ്റയ്ക്ക് നിന്ന് നിങ്ങളുടെ ഒരു ബന്ധുവിനെ സഹായിക്കുകയാണ്. എന്തായിരിക്കും പ്രിന്റു അതിൻ്റെ കഥ? അല്ല, ഞങ്ങൾക്കതിനകത്ത് യാതൊരു ദുരൂഹതയും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ADGP RSSൻ്റെ മേധാവിയെ കണ്ടു. അതുപോലെ അനവധി ആളുകളെ RSS നേതാക്കൾ കേരളത്തിലെ പല ആളുകളെയും കണ്ടിട്ടുണ്ട്, പല ഉദ്യോഗസ്ഥന്മാരെയും കണ്ടിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ 100ാം വർഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് സമൂഹത്തിലെ വിവിധ ശ്രേണിയിൽപ്പെട്ട വിവിധ ആളുകളെ കണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അവരുമായി സമ്പർക്കം നടത്തുന്നത്. അത് RSSൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ മഹാത്മാഗാന്ധി പോലും RSSൻ്റെ ക്യാമ്പ് സന്ദർശിച്ച ഒരാളാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ADGP ഇത്തരത്തിൽ RSSൻ്റെ മേധാവിയുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സ്വകാര്യ സന്ദർശനം എന്നാണല്ലോ പറഞ്ഞത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്ന യാതൊരു ലക്ഷണവും ഇപ്പോൾ ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ കാണുന്നത് വെച്ചാൽ ഞാനൊരു പൊതു നിരീക്ഷണം എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഗോവിന്ദൻ മാഷയുടെ ആയിക്കോട്ടെ, AN ഷംസീറിൻ്റെതായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ പേരിൽ നടപടിയെടുക്കില്ല. കാരണം നടപടിയെടുക്കാനുള്ള വിവിധ കാര്യങ്ങൾ അൻവർ ആരോപിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അൻവർ ഒരു RSS മേധാവിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം മാത്രമല്ലല്ലോ, ഇദ്ദേഹത്തിനെതിരെ ആരോപണം മാത്രമല്ലല്ലോ ഉയർന്നു വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, അൻവർ നടത്തിയിട്ടുള്ള ആദ്യത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം നോക്കൂ, ഇപ്പം മാമി വധം വന്നിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ വന്നിട്ടുണ്ട്, സ്വർണം പൊട്ടിക്കൽ വന്നിട്ടുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, അദ്ദേഹം ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ADGPക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള ആരോപണമാണ്. അതിൻ്റെ സത്യാവസ്ഥ കൃത്യമായി അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അടക്കമുള്ള ആരോപണങ്ങൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ശരി, അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്, സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. പ്രിന്റു, ഞാൻ സമ്മതിക്കുന്നു, അതിനകത്ത് എനിക്ക് തർക്കമില്ല, അന്വേഷണം നടക്കട്ടെ. പക്ഷേ പ്രിന്റു നോക്കൂ, അതിനുശേഷമാണ് അദ്ദേഹം RSSൻ്റെ നേതാക്കളെ 2 പേരെ പോയി കണ്ടു എന്ന വിവരം പുറത്തു വരുന്നത്. അദ്ദേഹം നിഷേധിക്കുന്നില്ല, സമ്മതിച്ച കാര്യമാണ്. നോക്കൂ, ഞാൻ പറയുന്നത് CPM-നകത്തെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുകയാണ്, അദ്ദേഹം പോയി കണ്ടതിൽ ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട്. CPI എന്ന് പറഞ്ഞ രണ്ടാമത്തെ വലിയ കക്ഷി പറയുകയാണ്, ഇദ്ദേഹത്തെ മാറ്റണം, ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട്. RJD പറയുകയാണ്, ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട്. നോക്കൂ പ്രിന്റു, ഞാൻ വീണ്ടും പറയുന്നു, പിണറായി വിജയൻ ഒറ്റയ്ക്കാണ് ഇന്നലത്തെ LDF യോഗത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്. എന്നിട്ട് അൻവറിനെ ഏതാണ്ട് നൈസായിട്ട് തള്ളി പറയുന്നത്. നോക്കൂ, നിങ്ങളുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണത്തിന്മേലാണ് അവിടെ തർക്കം, അല്ലാതെ മാമി വധക്കേസിനെ കുറിച്ചല്ല. RSSകാരെ പോയി കണ്ട ഉദ്യോഗസ്ഥൻ നമ്മുടെ പ്രധാനപ്പെട്ട ചുമതലയിൽ വേണ്ട. പിണറായി വിജയൻ ഒറ്റയ്ക്ക് സംരക്ഷിക്കുന്നു നിങ്ങളുടെ ഒരു ബന്ധുവായ ഉദ്യോഗസ്ഥനെ എന്ന് വന്നാൽ നിങ്ങൾ തമ്മിൽ എന്താ ഏർപ്പാടെന്ന രണ്ടാമത്തെ ചോദ്യം. അല്ല, ഞങ്ങളുടെ ബന്ധു എന്നൊന്നും നിങ്ങൾ അങ്ങനെ പറയല്ലേ. അങ്ങനെ ആരെങ്കിലും വന്നിട്ട് RSS മേധാവിയുമായി കണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് സംസാരിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ അദ്ദേഹം ബന്ധുവാണെന്ന് എങ്ങനെയാണ് പറയുക? അദ്ദേഹം അതിനുള്ളൊരു താല്പര്യം കാണിച്ചിട്ട് അതിന് അപ്പോയിൻമെൻറ്റ് കിട്ടി, നിങ്ങളെല്ലാം പറഞ്ഞ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് കൊണ്ടാണല്ലോ. പിന്നെ അങ്ങനെയാണെങ്കിൽ LDFൻ്റെ അങ്ങനെ അത്രമാത്രം RSS പ്രശ്നമാണെങ്കിൽ LDFൻ്റെ യോഗത്തിൽ ഈ ഒരു അജണ്ട ഉണ്ടായിരുന്നില്ലല്ലോ.
ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് ബിനോയ് വിശ്വം പറയുന്നു, ഇപ്പോൾ RJD-യുടെ ആളുടെ പ്രസിഡന്റ് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മന്ത്രിസ്ഥാനം കിട്ടില്ല. അതിൻ്റെ ഒരു ചൊരുക്കിൻ്റെ പുറത്താണ് അദ്ദേഹം ഇപ്പോൾ പരസ്യമായിട്ട് പിണറായി വിജയനെ പറയാൻ തയ്യാറായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ RSS ബന്ധവുമായി ബന്ധപ്പെട്ട് മുന്നണിക്കകത്ത് യാതൊരു ADGP-യുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ചർച്ച നടന്നിട്ടില്ലെന്നാണ് പൊതുമാധ്യമങ്ങൾ CPI-ക്കാർ പറയുന്നു RSS-ന്റെ കൂടെ പോയ ആൾ വേണ്ട. RJD ഇതിനു മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് തർക്കം ഉണ്ടാക്കാൻ ഈ സർക്കാർ വിവാദത്തിലായ ഏതെല്ലാം ഘട്ടമുണ്ട്, അപ്പോഴെല്ലാം വേണമെങ്കിൽ പ്രതിപക്ഷത്തിന്റെ കൂടെ പിടിക്കാമായിരുന്നു, പിടിച്ചില്ലല്ലോ. ഇത് പക്ഷേ ഒരു സീരിയസ് മാറ്ററാണ്. CPIM-നകത്തെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഞങ്ങൾക്ക് അതിർത്തിയുണ്ട് പോയതിലെന്ന്. പിണറായി വിജയനെ ഈ വിവാദത്തിൽ സംരക്ഷിക്കാൻ CPM-ൽ നിന്ന് ഒരു പൂച്ചക്കുട്ടിയില്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ സംരക്ഷിക്കാൻ ഒരാളെ ഉള്ളൂ, അജിത് കുമാറിനെ. ഒറ്റ പിണറായി വിജയൻ പറയുന്നു, നിങ്ങളും പറയുന്നു അജിത് കുമാറിനെ RSS-നെ കണ്ടതിന്റെ പേരിൽ അജിത് കുമാറിനെ മാറ്റാൻ പറ്റില്ല എന്ന് നിലപാടുള്ള രണ്ടുപേരേ ഉള്ളൂ. ഒന്നിപ്പോ നിങ്ങൾ, രണ്ട് പിണറായി വിജയൻ, ബാക്കി എല്ലാവർക്കും മറിച്ചാണ് അഭിപ്രായം. അപ്പോഴാണ് നമുക്ക് എന്തോ ദുരൂഹത സ്മെല്ല് ചെയ്യുന്നത്. അല്ല, ഇതിനകത്ത് ഇതൊക്കെ പാർട്ടിയെയും അല്ലെങ്കിൽ ഭരണകൂട സംവിധാനത്തെ ബാധിക്കുന്ന വിഷയം. അജിത് കുമാറിനെ മാറ്റുന്നതും മാറ്റാത്തതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുവിഷയമല്ല. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു RSS, നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ടല്ലോ. ഇപ്പോൾ ADGP-ക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ വന്നല്ലോ. നിങ്ങൾ ഒരു മാധ്യമങ്ങളും ഒരാളുകളും അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്നില്ല. നിങ്ങളുടെ ഒരു വിഷയം ഇത്തരത്തിലുള്ള ഒരാൾ RSS-യുമായി ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ RSS-ന്റെ നേതാക്കളെ കഴിഞ്ഞാൽ ഈ കേരളത്തിന്റെ പൊതുധാരയിൽ നിന്ന്, മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു തരം ഒരു പരിപ്രേക്ഷ്യമാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മുടെ നിലപാട് അവിടെ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ, അതല്ല ഇവിടെ വിഷയം. ഞാൻ ചോദിക്കുന്നത് CPM അവകാശപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ CPM അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് RSS-ഉമായിട്ട് ബന്ധമില്ല, ഞങ്ങളുടെ ഭരണത്തിൽ RSS-നെ കൈകടത്താൻ സമ്മതിക്കില്ല. സെൻകുമാർ അതിന് ശ്രമിച്ചപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ എടുത്തു കളഞ്ഞു. ഇതിനു മുൻപും RSS-യുമായി പോരാടിയതാണ് ഞങ്ങളുടെ ചരിത്രമെന്ന് 1.25 മണിക്കൂർ പിണറായി വിജയൻ കോവളത്ത് പ്രസംഗിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഇതാ RSS-യുമായിട്ട് നിരന്തര സമ്പർക്കത്തിലുള്ള ഉദ്യോഗസ്ഥനെ മാറ്റാത്തത് എന്തേ? എന്താണ് ഈ ഇരട്ട നിലപാട്? പറയുന്ന വാക്കും ചെയ്യുന്നതും രണ്ടും രണ്ടാണോ? ഈ ചോദ്യമാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. 10 ദിവസത്തിലധികമായി നമ്മൾ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യ ദിവസങ്ങളിലൊക്കെയും ഉന്നയിക്കപ്പെട്ട മാമി വധക്കേസ് അടക്കമുള്ള സംഗതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മാമി തിരോധാന കേസ് അടക്കമുള്ളവ. ഇത് നോക്കൂ, ഇതിനകത്തൊരു കാര്യമുണ്ട് പ്രിന്റു. മറ്റത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിവരം വരണം. ഇതിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട RSS നേതാവിനെ പോയി കണ്ടുവന്നത് സർക്കാരിന് മുമ്പിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടായി വന്നതാണ്, അഡ്മിറ്റ് ചെയ്യപ്പെട്ടതാണ്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ, പൊതുസമൂഹത്തിന് മുമ്പിലുള്ള സത്യമാണ്. ഇനി നടപടി എടുത്താൽ മതി, എടുക്കുന്നില്ലല്ലോ. ആ ചോദ്യം എവിടെ ഉള്ളത്? അല്ല സാർ, നിശാൻ സാർ, വേണമെങ്കിൽ ഇവർക്ക് ഈ CPM-കാർക്കും LDF ഇടതു മുന്നണിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണമെങ്കിൽ നടപടിക്കുക എന്നല്ലാതെ അതിനകത്ത് ഈ RSS-ന്റെ നേതാവിനെ കണ്ടതിൽ അല്ലെങ്കിൽ അദ്ദേഹമായി ചർച്ച ചെയ്തതിൻ്റെ അല്ലെങ്കിൽ ചർച്ച ചെയ്തതിന്റെ പ്രകാരം എന്തടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നടപടിക്കുക? അത് ഏത് റൂൾ പ്രകാരമാണ്? അത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഞാൻ പറഞ്ഞത് പിണറായി വിജയന്റെ ചരിത്രം വെച്ചിട്ടാണെങ്കിൽ പിണറായി വിജയൻ നടപടി എടുക്കണം. ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയൻ മാത്രം, ഈ സംസ്ഥാനത്തെ സർക്കാരിന്റെ ഭരണനായകനായ പിണറായി വിജയൻ മാത്രമാണ്. അജിത് കുമാറിനെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തുമാത്രം വലിയ സമ്മർദ്ദം ഉണ്ടായി. 10 ദിവസമായിട്ട് സർക്കാർ മുൾമുനയിലാണ്. പക്ഷെ പിണറായി വിജയൻ ഒറ്റയ്ക്കാണെന്ന് ഓർക്കണം. ഞാൻ ചോദിക്കുന്ന പ്രിന്റു, നിങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? എന്റെ ചോദ്യം പ്രിന്റു, നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? എല്ലാവരും എതിർത്തിട്ടും പിണറായി വിജയൻ ഒറ്റയ്ക്ക് ഈ RSS ബന്ധുവിനെ സംരക്ഷിക്കുമെന്ന നിലപാട് സ്വീകരിക്കുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ ശുഭലക്ഷണമായിട്ട് കാണുന്നുണ്ടോ? ശുഭലക്ഷണം എന്നല്ല. ഞങ്ങൾ RSS-നെ ഒന്നും കൂടി സത്യത്തിൽ പിണറായി വിജയനും ഷംസീറും ഗോവിന്ദൻ മാഷൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പഴയത് രീതിയിലുള്ള അവർ ആ ഒരു ആക്രമണ സ്വഭാവത്തോടു കൂടി RSS-നെ കാണുന്ന രീതി, RSS എന്താണെന്നുള്ള റിയാലിറ്റി കൃത്യമായിട്ട് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ഷംസീറൊക്കെ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് നിയമസഭാ സ്പീക്കർ ഷംസീർ ചെറിയൊരാളല്ലല്ലോ. കൃത്യമായിട്ട് അദ്ദേഹം MLA ആണ്, പാർട്ടിൻ്റെ പൊതുപ്രവർത്തകരായി വന്ന ഒരാളാണ്. RSS-കാരുമായി നിരന്തരമായി ഏറ്റുമുട്ടിയ തലശ്ശേരിയുടെ പശ്ചാത്തലത്തിൽ വന്ന ആളാണ് ഈ ഷംസീർ. ആ ഷംസീർ എന്താണ് RSS-നെ കുറിച്ച് പറഞ്ഞത്? ഇപ്പോൾ ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് അങ്ങനെ ചർച്ച ചെയ്യണമെങ്കിൽ ഞങ്ങൾ മോഹൻജി ഭാഗവത്തുമായി നേരിട്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മാഹാത്മ്യം CPM-കാർ തിരിച്ചറിയാൻ തുടങ്ങിയെന്നാണ് ഞങ്ങൾ പറയുന്ന പ്രകാരം. RSS-ന്റെ മാഹാത്മ്യം മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പിണറായി വിജയൻ ഷംസീർ ഒക്കെയാണ്. ഞാൻ ഒന്ന് വരാമേ. മുസ്ലിം ലീഗിന്റെ പ്രതിനിധി PK നവാസ് കൂടി നമ്മോടൊപ്പം. നവാസ്, നോക്കൂ, RSS പ്രതിനിധിയെ കണ്ടതടക്കമുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. അതിനകത്ത് കണ്ടത് കുഴപ്പത്തിന് വല്ലതാണെന്ന് മനസ്സിലാക്കിയാൽ നടപടി എടുക്കാമെന്നാണ് മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി സഖാക്കൾക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പ്. അപ്പോൾ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കും. കണ്ടത് എന്തെങ്കിലും കുഴപ്പത്തിനാണെങ്കിൽ അത് കണ്ടെത്തും എന്ന് താങ്കളുടെ നിഷ്കളങ്ക ബുദ്ധിക്ക് താങ്കൾക്ക് വിശ്വാസം വരുന്നുണ്ടോ നവാസെ? മലയാളിക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ ഇത്?
നോക്കൂ, ഒന്നാമത്തെ ഒരു കാര്യം, ലോ ആൻഡ് ഓർഡർ പദവിയിലിരിക്കുന്ന ഒരാളെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ DGP അദ്ദേഹത്തെ 4 മണിക്കൂർ വിളിച്ച് ചോദ്യം ചെയ്യുകയാണ്. അത് ചോദ്യം ചെയ്യലാണോ അല്ലേ എന്ന് CPM സംശയമുണ്ട്. പക്ഷേ കേരളത്തിലെ പലതരത്തിലുള്ള ചോദ്യം ചെയ്യൽ കണ്ടിട്ടുള്ള മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ചോദ്യം ചെയ്യൽ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ റെജി ലൂക്കോസിനെ പോലുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് ഇടതുപക്ഷ സഹയാത്രികരായി ഇത് ന്യായീകരിക്കേണ്ടി വരുമ്പോൾ ഞാൻ സ്വാഭാവികമായി ചോദിക്കുന്നത്, ഇതെന്താ CPIനെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ കഴിയാത്തത്? ഇടതുപക്ഷത്തിലെ സംഘടനകളെപ്പോലും എന്തിന് ഇദ്ദേഹത്തെ ഇങ്ങനെ വെച്ച് നിർത്തണം എന്നതിനെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് സാധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ, മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഇപ്പോൾ നിഷാദ്, ഇവിടെ ഇപ്പോൾ BJPയുടെ പ്രതിനിധി സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ ആദ്യം CPMകാർ അങ്ങനെയൊക്കെ കരുതിയിരുന്നു, ഇപ്പം ഞങ്ങളെക്കുറിച്ച് അങ്ങനത്തെ അഭിപ്രായം അവർക്കില്ല. യഥാർത്ഥത്തിൽ ഷംസീർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പ്രതികരണം കൊണ്ട് കേരളത്തിൻ്റെ പൊതുബോധത്തിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത കൊടുക്കാൻ BJPക്ക് പ്രചരിപ്പിക്കാനും ആളുകൾക്ക് അങ്ങനെ ചിന്ത കൊടുക്കാനും CPM ശ്രമിച്ചില്ലേ? അത് ഏറ്റവും വലിയ അപകടകരമായ ഒന്നല്ലേ? RSSനെയും BJPയെയും മലയാളി എങ്ങനെയാണ് നാളിതുവരെ നോക്കിക്കണ്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. RSSും BJPയും മലയാളിയുടെ പൊതുചിന്താധാരക്കകത്ത് നിൽക്കുന്ന സംഘടനയല്ല. അവർ ഫാസിസ്റ്റ് സംഘടനയാണ്, വർഗീയ സംഘടനയാണ്, മാറ്റി നിർത്തേണ്ടതാണ് എന്ന് മലയാളിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതിനാദ്യമായി ഒരു മാറ്റമുണ്ടായത് ഈ തൃശ്ശൂർ ജില്ലക്കകത്താണ്. അവിടെ ഉണ്ടായത് പോലും കൂട്ടുകച്ചവടമാണ് എന്ന് തെളിവ് സഹിതം പുറത്തു പറഞ്ഞിട്ടും അതിനെതിരെ ഒരു കൃത്യമായൊരു നടപടി സ്വീകരിക്കാൻ കഴിയാത്ത വിധം എന്ത് പ്രതിരോധമാണ് മുഖ്യമന്ത്രിയിൽ ADGP ഉയർത്തുന്നത് എന്നതാണ് നമുക്കറിയേണ്ടത്. എന്ത് പ്രതിരോധമാണ് മുഖ്യമന്ത്രിയിൽ ADGP ഉയർത്തുന്നത്? പ്രതിപക്ഷത്തെ നമുക്ക് വിടാം, ഭരണപക്ഷത്തിൻ്റെ MLAയും നിങ്ങൾ വിട്ടേക്ക്, LDFിലെ മറ്റു കക്ഷികളെയും നിങ്ങൾ മാറ്റി നിർത്ത്. പിന്നെ ആരാണ് ഇതിൽ? BJPയും ഈ മുഖ്യമന്ത്രിയും അല്ലാത്ത മറ്റാരാണ് ഇതിൽ ഇവരെ ന്യായീകരിക്കുന്നത്? മറ്റെല്ലാവരും ഇവർക്കെതിരാണ്. മാത്രമല്ല, നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ട് BJPയുടെയോ യുവമോർച്ചയുടെയോ ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ തെരുവിൽ കാണുന്നില്ല. എല്ലാത്തിനും സമരം ചെയ്യുന്ന അവരെ കാണുന്നില്ല. എന്ന് വെച്ചാൽ ADGP ഭരിക്കുന്ന 2 കക്ഷികൾക്കും പ്രിയപ്പെട്ടവനാണ്, അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നതാണ്, പുറത്തു വന്ന വാർത്തകൾ ശരിയാണ്. ആ ശരിയായിട്ടുള്ള വാർത്തകൾക്കെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കുന്നതിന് പകരം അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ കഴിയുന്നിടത്തോളം സംരക്ഷിക്കുകയും ഏറ്റവും അവസാനം ഇനി എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ടി വന്നാൽ പ്രിയപ്പെട്ട ADGP, ഞങ്ങൾക്ക് വേറെ രക്ഷയൊന്നുമില്ല, ഇതൊരു അവസാനത്തെ ശ്രമമാണ്, നിങ്ങൾ കണ്ടില്ല ഞാൻ ഇത്രയൊക്കെ ശ്രമിച്ചു, അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് എന്നിൽ പറ്റിയ പ്രതിരോധം നിങ്ങൾ ഉണ്ടാക്കരുത്, ഇത് അവസാനത്തെ ഒരു ഘട്ടത്തിൽ എനിക്ക് എടുക്കേണ്ട നടപടിയാണ് എന്ന് പറഞ്ഞൊരു സെറ്റിൽമെൻറ്റിലേക്കാണ് മുഖ്യമന്ത്രി കൊണ്ടുപോകുന്നത് എന്നല്ലാതെ ഇത് കാണുന്ന മറ്റൊരാൾക്ക് മറ്റെന്തെങ്കിലും പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കേരളത്തിൽ അസാധാരണമായൊരു സാഹചര്യമാണ് കേരളത്തിലെ പോലീസ് സിസ്റ്റത്തിനകത്തുള്ളത്. ഞാൻ BJPയുടെ പ്രതിനിധിയോട് പറയുന്നത്, ഭരണത്തിക്കാൻ ഒരു MLA പോലും ഇല്ലെങ്കിലും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്ന് പറയുന്നത് മലയാളിയായി ഞങ്ങൾക്കൊക്കെ നാണക്കേടാണ്. ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ്, നിങ്ങളുടെ മുഖ്യമന്ത്രി അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു തിരുത്തലിന് നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, ഞാനൊന്ന് അതിന്റെ മറ്റ് പോയിന്റുകളിലേക്കും മറുപടികളിലേക്കും വരുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള, ഒന്ന് വേഗം തിരിച്ചു വരാം. ചർച്ചയിലേക്ക് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി BJPയിലേക്ക്. പ്രിൻറ്റു മഹാദേവ് നേരത്തെ ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ്. ഇപ്പം താങ്കൾ പറഞ്ഞു RSS നേതാവിനെ കണ്ടത് മാത്രമാണോ പ്രശ്നം? അല്ല, അതിനു മുമ്പ് ഗുരുതരമായ ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടല്ലോ. സ്വർണം പൊട്ടിക്കൽ ഗ്യാങ്ങുമായി ബന്ധമുണ്ട്, മാമി തിരോധാന കേസുമായി ബന്ധമുണ്ട്, പലതരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു. നോക്കൂ, ഇവിടെ UDFന്റെ നേതൃത്വത്തിൽ ഈ ആഭ്യന്തര വകുപ്പ് മാഫിയ സംഘമാണ് ഭരിക്കുന്നത് എന്ന മട്ടിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് സമരം നടക്കുന്നുണ്ട്. യുവമോർച്ചയും BJPയും ഒന്നും ആ ഗുരുതര ആക്ഷേപങ്ങളുടെ മേലൊരു സമരത്തിന് തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? നിശാസർ ഒന്നുകൂടി ഒന്ന് പറയും, ഒന്നുകൂടി വ്യക്തമാക്കും. ഞാൻ ചോദിക്കുന്ന, ആഭ്യന്തര വകുപ്പിനകത്ത് ഗുരുതരമായ ആരോപണം വേറെ ഉണ്ടല്ലോ എന്ന് താങ്കൾ എന്നെ ഓർമ്മിപ്പിച്ചു മുമ്പേ, RSSകാരെ കണ്ടതല്ലാതെ. ആ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് UDFകാർ സമരം ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ നവാസും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടും ഒക്കെ സമരത്തിലാണ്. നിങ്ങളെന്താ ചെയ്യാത്തത്? അല്ല, തിരുവനന്തപുരത്ത് ഇന്നലെ യുവമോർച്ചയുടെ സമരം ഉണ്ടായിരുന്നല്ലോ. യുവമോർച്ച ഈ പറയുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് യുവമോർച്ച അവിടെ സമരം നടത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ അധോലോക നായകൻ പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ യുവമോർച്ച സമരം നടത്തിയിട്ടുള്ളത്. യുവമോർച്ച നടത്തിയ സമരമാണ്. പിണറായി വിജയൻ അധോലോക സംഘത്തിൽ നിങ്ങൾ ADGPയെ പെടുത്തിയിട്ടുണ്ടോ? ADGPയുടെ നേതൃത്വത്തിൽ അവിടെ മാഫിയ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന വാദം നിങ്ങൾക്കുണ്ടോന്ന് എന്റെ ചോദ്യം. തീർച്ചയായും അല്ല. ADGPക്കെതിരെ അൻവർ അന്വേഷിച്ച ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ADGPക്കെതിരെയും നടപടിയെടുക്കണം. ഞങ്ങളങ്ങനെ ഏതെങ്കിലും ഞങ്ങളുടെ ആരെങ്കിലുമായിട്ട് വന്ന ഒരാൾ ചർച്ച നടത്തിയതിൻ്റെ പേരിൽ, അല്ല അദ്ദേഹത്തിന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ ചർച്ച നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹം ഏതെങ്കിലും രീതിയിലുള്ള അലിഗേഷൻ നടത്തുന്ന ആളാണെങ്കിൽ അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമൊന്നല്ല ഞങ്ങൾ. അപ്പോൾ അവരോടുള്ള നിലപാട് അതുകൊണ്ട് ഞങ്ങൾ ആരുമായിട്ട് ചർച്ച നടത്തുന്ന ആളുകളാണ്. ഇപ്പം നേരത്തെ നവാസ് പറഞ്ഞല്ലോ, BJPക്കാരെ അല്ലെങ്കിൽ RSSകാരെ ആളുകളൊക്കെ അകറ്റി നിർത്തണം, മാറ്റി നിർത്തണം അവരെ. അല്ല ഞാൻ പറയട്ടെ സാർ, ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയിൽ പറയാം. അദ്ദേഹം പറഞ്ഞല്ലോ മാറ്റി നിർത്തണം, അകറ്റി. ഞങ്ങളുടെ പോളിസി അങ്ങനെയല്ല സാർ.
ഞങ്ങളുടെ പോളിസി ഇന്നത്തെ സ്വയം സേവകരും നാളത്തെ സ്വയം സേവകരാണ് ഞങ്ങളുടെ പോളിസി. ഞങ്ങൾ അങ്ങനെ ആരെയും അകറ്റി പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ ആരെയും അത്തചതുർത്ഥിയായിട്ട് ഈ തീണ്ടാപ്പാടകളെ മാറ്റി നിർത്തുന്ന പ്രസ്ഥാനമല്ല. അത് നവാസിന്റെ പോളിസി അങ്ങനെയായിരിക്കും, ഞങ്ങളുടെ പോളിസി അങ്ങനെയല്ല. ഞങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്, ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്, ഈ പ്രസ്ഥാനമാണ്. ഈ പിണറായി വിജയന്റെ ഈ മാഫിയ സംഘം എന്നൊക്കെയുള്ള ആരോപണം ഉണ്ടല്ലോ, ആ മാഫിയ സംഘത്തിലെ പ്രധാനിയാണ് ADGP എന്നൊരു അഭിപ്രായമോ മുദ്രാവാക്യമോ പോസ്റ്ററോ വല്ലോ നിങ്ങൾക്കുണ്ടോന്നാണ്? അല്ല, ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ. ആരോപണം ഉന്നയിച്ചത് അൻവറാണ്. ഈ അൻവർ അത് ഉന്നയിക്കുമ്പോഴും നിങ്ങൾ അൻവറിന്റെ ഒരു പശ്ചാത്തലം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അൻവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാനുള്ള കാരണം അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇദ്ദേഹം ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് എതിരെയാണ് പറയുന്നത്. ഈ സ്വർണം കടത്തുന്ന ഒരു ലോബി മലബാർ കേന്ദ്രീകരിച്ച് കൊണ്ടുണ്ട്. അതുമായി പ്രധാനപ്പെട്ട ബന്ധമുള്ള ഒരാളാണ് അൻവർ. കാരണം നിങ്ങൾക്കറിയാലോ അൻവറിനെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ അധോലോകത്തിനെതിരെ ഞങ്ങൾ തിരുവനന്തപുരത്ത് സമരം ചെയ്തു എന്ന്. അപ്പൊ നിങ്ങളോട് ചോദിക്കുക ADGP അതിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ ADGPക്കെതിരെ ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ എന്ന്. ആരാ യഥാർത്ഥത്തിൽ ആരോപണം ഉന്നയിച്ചത്? അൻവർ ആർക്കെതിരെ ആരോപണം ഉന്നയിച്ചത്? മുഖ്യമന്ത്രിക്കെതിരെ മാത്രമാണോ? ADGP മുഖാന്തരം ശശി മുഖാന്തരം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നു. ഞങ്ങളുടെ ആരോപണം അവിടെയാണ്. മുഖ്യമന്ത്രി ഇതിൽ പങ്കുണ്ട്, ശശിക്ക് ഇതിൽ പങ്കുണ്ട്. ADGP മുഖാന്തരമാണ് അദ്ദേഹം RSS അജണ്ട നടപ്പിലാക്കുന്നത്. നിങ്ങൾ ADGPയെ വിട്ട് മുഖ്യമന്ത്രിയെ മാത്രം പിടിക്കുന്നത് കേവലം രാഷ്ട്രീയ താല്പര്യം മാത്രമല്ലേ? ധാർമ്മികമായി നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? ADGP എന്ന് പറയുന്ന ഈ ADGPക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിങ്ങൾ പ്രതികരിക്കുന്നില്ല, അതിനെ നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടി കഴിയും? അല്ല, അത് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ സാർ. അതുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇതേ മറുപടിയാണ് CPM പറയുന്നത്, ഇതേ മറുപടിയാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതേ മലയാള സിനിമയിൽ അന്വേഷണ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന രണ്ടേ പേരേ ഉള്ളൂ. ഒന്ന് K. സുരേന്ദ്രനും ഒന്ന് പിണറായി വിജയനും. ബാക്കി ആരും കാത്തിരിക്കുന്നില്ല. ബാക്കിയുള്ള ആളുകൾക്ക് കൺവിൻസ്ഡ് ആണ്. അന്വേഷണ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടേ സമരം ചെയ്യാവൂ. അല്ലാതെ മുഖ്യമന്ത്രിക്കെതിരെ മാത്രം സമരം ചെയ്യുന്ന ലോജിക്ക് എന്താണ്? അന്വേഷണ റിപ്പോർട്ട് അങ്ങനെയൊന്നുമല്ല. മുഖ്യമന്ത്രിക്കെതിരെ യുവമോർച്ച സമരം നടത്തിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് വരാതെയോ? അന്വേഷണ റിപ്പോർട്ട് വരാതെയോ? ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ മാത്രം നിങ്ങൾ അജിത് കുമാറിനെ രക്ഷിക്കുന്നത് എന്തിനാണ്? എന്ത് ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ? അല്ല, അജിത് കുമാറിനെ മാറ്റി നിർത്തേണ്ടത് RSSO BJP അല്ലല്ലോ. RSSO BJP അല്ലല്ലോ. RSSO BJP ആണോ അജിത് കുമാറിനെ? അജിത് കുമാറിനെതിരെ അൻവർ ആരോപണം ഉന്നയിക്കുന്നു. അപ്പൊ നിങ്ങൾ അജിത് കുമാറിനെ തൊടാതെ മുഖ്യമന്ത്രിക്കെതിരെ സമരം ചെയ്തു. കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ്. അത് റെജി ലൂക്കോസ് ഇന്നലത്തെ LDF യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിന്റെ ഒരു പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ എന്ന് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്സ് പുറത്തു വരുന്നത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ അൻവർ എല്ലാ ദിവസവും ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നതൊന്നും ശരിയായ ഒരു രീതിയല്ല എന്ന് പറഞ്ഞ് കേൾക്കുന്നു. അൻവറിനെ ഒന്ന് ഡിസ്ക്രെഡിറ്റ് ചെയ്ത് കളയാം, അങ്ങനെ ഈ പ്രശ്നം ഒന്ന് മയപ്പെടുത്താം എന്നതാണോ അടുത്ത പരിപാടി? അല്ല, അങ്ങനെയൊന്നും നിങ്ങൾ വളച്ചൊടിക്കേണ്ട. അങ്ങനെയൊന്നും ഒരു കാര്യങ്ങൾ LDF ചർച്ചയായിട്ട് പുറത്തു വന്നിട്ടില്ല. തന്നെയുമല്ല, അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവമുണ്ടെന്നും അൻവർ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കുമെന്നുള്ളവരും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പിന്നെ പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും പരസ്യമായിട്ട് 3 തവണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉന്നയിക്കാനുള്ള വേറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങൾ ഇടപെടരുത്. അൻവറിൻ്റെ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്താണെന്നറിയോ? ഈ ADGP അജിത് കുമാർ പിന്നെ ദത്താത്രേയ ഗോസ്വാമിയെ പോയി കണ്ടത് VD സതീശന് വേണ്ടിയിട്ടാണെന്നോ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉയർന്നിരിക്കുന്ന ഒരു ആരോപണം, പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുനർജനി സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട അത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. അതിൽ ED അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ദൂതനായിട്ടാണ് ഈ ADGP അദ്ദേഹത്തിന് പോയി കണ്ടെന്നൊരു ആരോപണം വന്നിട്ടുണ്ട്. നിങ്ങൾ ആരും ഒരു ചർച്ചക്കെടുക്കില്ല. നമ്മൾ ചർച്ചക്കെടുത്താലും റെജി ലൂക്കോസ് ആരാ ഉത്തരം പറയണ്ടേ? നിങ്ങളുടെ അന്വേഷണം, നിങ്ങളുടെ സർക്കാരിന്റെ കീഴിലിരിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പ്രതിപക്ഷ നേതാവിന്റെ കള്ളക്കേസ് ഇല്ലാതാക്കാൻ പണിയെടുക്കുകയാണെന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ല റെജി? എടുത്ത് കളയുന്ന ഈ ഉദ്യോഗസ്ഥനെ ഈ പറയുന്ന എന്തെല്ലാം കേൾക്കുന്നു അയാൾക്കെതിരെ? അല്ല നിഷാദെ, നിങ്ങളൊരു അജണ്ട വെച്ച് ചർച്ച നടത്തുന്നതുകൊണ്ട് എന്നെ നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കാത്തത് അത് വളരെ തെറ്റാണ്. ഞാൻ പറഞ്ഞ് പൂർത്തിരിക്കട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ വേർഡ്സ്, യു പ്ലീസ്.
അപ്പം ഞാൻ പറയുന്നത് ആ ഒരു ആരോപണം തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് മറുപടി ഉണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ, പ്രിയപ്പെട്ട നവാസ് RSSുമായിട്ട് കൂട്ടിക്കെട്ടിയെക്കുറിച്ച് എന്തെല്ലാം ആരോപണങ്ങൾ പറഞ്ഞു. അങ്ങ് കേട്ടിട്ടുണ്ടോ? പ്രവീൺ തൊഗാഡി എന്ന് പറഞ്ഞ ഒരാളെ, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഹിന്ദുത്വ തീവ്രവാദിയുടെ ഒരാളാണ്. ആ മനുഷ്യൻ മാറാട് കൊലപാതകത്തിന് ശേഷം കോഴിക്കോട്, നിങ്ങളുടെ നാട്ടിൽ മലപ്പുറത്തിന് തൊട്ടപ്പുറത്ത് കോഴിക്കോട് എന്നൊരു വിവാദ പ്രസംഗം നടത്തി. ആ പ്രസംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർഗീയ വിദ്വേഷ പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തിനെതിരെ ഹൈക്കോടതി കേസുണ്ട്. ആ കേസിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചതാരാ? സാക്ഷാൽ നിങ്ങളുടെ ഭരണകൂടമാണ്, ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഡോക്ടർ VK മാധവൻകുട്ടിയെ കുറിച്ച്, രക്തസ്നേഹിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബേപ്പൂരും വടകര പാർലമെന്റിലേക്ക് മത്സരിച്ച്, ബേപ്പൂർ നിയമസഭയിൽ നിന്ന് മത്സരിച്ച് ആരാണ് സഖ്യം ഉണ്ടാക്കിയത്? ലീഗിന്റെ സഖ്യമായിരുന്നു, കോലിബി സഖ്യമായിരുന്നു. ആ നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണ്? ഞങ്ങളിവിടെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം ഫോൺ ചോർത്തൽ കുറ്റവാളിയാണെന്ന് പോലും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. ആര്? ആരോപിച്ചിട്ടുണ്ട്. അല്ല നവാസേ, ആരാണ്? പ്രിന്റ് വേണോ? നവാസിന്റെ ഒരു മറുപടി. നമ്മുടെ സമയം തീരാണ്. പ്ലീസ് കം. ഞാൻ പറയാം. ഒന്ന്, റെജി ലൂക്കോസ് ഇപ്പൊ പറഞ്ഞ ആരോപണങ്ങൾ കേരളത്തിൽ എത്ര തവണ ആരോപണം ഉന്നയിച്ചു? വല്ലതിലും നിങ്ങൾക്ക് തെളിവ് പറയാൻ വേണ്ടി സാധ്യമായിട്ടുണ്ടോ? ഒന്ന്, ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടല്ല. ഞാൻ നിങ്ങൾ ഉമ്മൻചാണ്ടി കാലത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയ ശേഷം പിന്നെ മുസ്ലിം ബാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ വയർലെസ്സിലൂടെ പറഞ്ഞ ഒരു മനുഷ്യനെ ഇവിടെ ഉപദേഷ്ടാവായി നിർത്തിയില്ലേ നിങ്ങൾക്ക് എന്താ അന്നേരം ഈ ബോധം ഉയർന്നു വരാതിരുന്നത്? എന്താ നിങ്ങൾക്ക് വൈകാരികത ഉയർന്നു വരാതിരുന്നത്? ഞാനിപ്പോ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നാണ് സംസാരിക്കുന്നത്. തൊട്ടിപ്പിറകിൽ കൊച്ചി മെട്രോ ഉണ്ട്. അതിന് MD സ്ഥാനത്തേക്ക് ലോക്നാഥ് ബെഹ്റയെ കൊണ്ടിരുത്തിയപ്പോൾ നിങ്ങൾക്ക് എന്താ വൈകാരികത ഉയർന്നു വരാതിരുന്നത്? ഞാൻ പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കാലത്ത് കേരളത്തിന്റെ പോലീസിംഗ് സംവിധാനത്തിനകത്ത് വളരെ കൃത്യമായി RSSന്റെ ചാരപ്രവർത്തി നടന്നിട്ടുണ്ട് എന്നും പിണറായി വിജയന് പോലും തൊടാൻ കഴിയാത്ത വിധം RSS അതിനകത്ത് പിടിമുറുക്കിയിട്ടിരിക്കുന്നെന്നും നിരന്തരമായി ഞങ്ങൾ പറഞ്ഞതാണ്. അതിന് VD സതീശന്റെ പുനർജനിയെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? VD സതീശൻ പറഞ്ഞല്ലോ എനിക്കെതിരെ അന്വേഷിക്കുന്നത്. ആരെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങളുടെ സംവിധാനത്തിനകത്തുള്ള ADGP പ്രതിപക്ഷ നേതാവിനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് സമയം കാത്തിരിക്കാൻ പാടുണ്ടോ? അദ്ദേഹത്തിന് അവിടുന്ന് മാറ്റണ്ടേ? അതിന് പോലും സാധിക്കാതെ നിങ്ങൾ എന്താ പറയുന്നത്? ഇപ്പൊ ഇവിടെ റെജി ലൂക്കോസ് പറയുന്ന കാര്യങ്ങളോട് വളരെ പറയുന്നു. മലപ്പുറത്ത് SP മാറ്റി, മലപ്പുറത്തെ പോലീസുകാരെ മാറ്റി, ഞങ്ങൾ മാറ്റാന്ന്. നോക്കൂ, ഈ സുജിത് ദാസും എന്താണ് മാറ്റാതിരിക്കാൻ കഴിയാത്ത വിധം കവചം എടുക്കാൻ സാധ്യമല്ല എന്ന് തോന്നിയപ്പോൾ ഞാനിത് പറയാൻ അത്യാവശ്യം പഠിച്ചിട്ട് തന്നെ അവിടെ ഇരിക്കുന്നത്. ഇവിടെ നവാസ് പറഞ്ഞു നിങ്ങളുടെ എന്താ തെളിവുള്ളത്? കോലിബി സഖ്യത്തിന് പ്രത്യേക തെളിവ് ഞാൻ ഹാജരാക്കണോ? പ്രവീൺ തൊഗാഡിയെ കുറിച്ചുള്ള പ്രത്യേക തെളിവിന് ഞാൻ ഹാജരാക്കണോ? നിങ്ങളുടെ അടുത്ത് ഹാജരാക്കണോ? നിങ്ങൾ എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയട്ടെ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് യാതൊരു ധാർമ്മികതയില്ല. ഇവിടെ PV അൻവർ കുറെ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നു. അദ്ദേഹം പരാതി കൊടുത്തു. ഇളിഭ്യരായി മൂന്ന് വർഷക്കാലത്തോളം ഇതിനെതിരെ കമാന്ന് നിയമസഭ പോലും ഉണ്ടാത്ത നിങ്ങൾ ഇന്ന് ഇളിഭ്യരായിരിക്കുക. അതുകൊണ്ടല്ലേ ഇപ്പം നിങ്ങൾ അൻവറെ പിന്തുണയ്ക്കുന്നത്? നിങ്ങളുടെ നേതാക്കന്മാർ അൻവറെ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ. എന്തിനാ പിന്തുണയ്ക്കുന്നത്? അപ്പം നിങ്ങളാണ് ഈ വിഷയത്തിൽ ഇളിഭ്യരായിരിക്കുന്നത്. നിലവിൽ ഒരു വ്യവസ്ഥാപിതമായ രീതിയിലുള്ള പരാതി ഉന്നയിക്കാതെ കണ്ട് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുത്ത നിങ്ങൾ എന്ത് ധാർമ്മികതയുടെ പേരിലാണ് ഞങ്ങളെ വിമർശിക്കുന്നത്? നവാസ് അല്ല, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യത്തിൽ സർക്കാരിലെ അവസാനത്തെ വാക്കാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഇതിനകത്തൊരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അദ്ദേഹം മുന്നണിയെ കൺവിൻസ് ചെയ്തു, പാർട്ടിയെ കൺവിൻസ് ചെയ്തു. ഈ വിഷയം അവസാനിപ്പിക്കാൻ പിണറായി വിജയന് കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ അവസാനിപ്പിക്കാൻ ഇതിൽ അങ്ങനെ ഒരു കൺവിൻസിംഗും സാധ്യമല്ല. ഞങ്ങളിപ്പോൾ 19-ാം തീയതി ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ സമരത്തിൽ ഈ തെരുവിൽ മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഒക്കെ ശക്തമായി രംഗത്തുണ്ട്. ഇപ്പോൾ റെജി ലൂക്കോസ് പറഞ്ഞ് ഞങ്ങൾ ഇളിമ്പരായിരുന്ന റെജി, യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് പരിശോധിക്കുക, ആരാ ഇളിമ്പരായത്? ഒരു വർഷക്കാലം മുമ്പ് മുസ്ലിം ലീഗ് പാർട്ടി മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് അൻവറിന്റെ വാക്ക് കേട്ട് നിങ്ങൾ നടപടിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു വർഷക്കാലം ഈ ജില്ലയിലെ ജനങ്ങൾ അനുഭവിച്ച വേദനകളും യാതനകളും പ്രയാസങ്ങളും കള്ളക്കേസുകളും ഈ പറയുന്ന കൊലപാതകങ്ങളൊക്കെ 4 കൊലപാതകങ്ങൾ ഒരു SP നേരെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അത്രയും കാലം അദ്ദേഹത്തെ സംരക്ഷിച്ചതാരാ?
അന്ന് ദേശാഭിമാനി പത്രം ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ പ്രതികരിച്ചപ്പോൾ നവാസെ, ദേശാഭിമാനി ഇതിനകത്ത് പത്രം നിങ്ങൾക്ക് പറഞ്ഞത് എന്തെങ്കിലും നേരത്തെ responsibility ഉണ്ടെങ്കിൽ, ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞ അതേ ഉത്തരവാദിത്വം നിങ്ങൾ വാചകം എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്വർണ്ണക്കടത്തുകാരെ ദിവസം സഹായിക്കാൻ വരിപ്പില്ലേ? വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് മലപ്പുറത്ത് പ്രതിരോധത്തിനെതിരെ പറഞ്ഞത്. നിങ്ങൾക്ക് ഞങ്ങൾ ആരെങ്കിലും ഒരു ചെയ്തല്ലോ. MLA ക്ക് ഞാൻ പറയട്ടെ റജി, ദിവസം ഒരു മിനിറ്റ്. വരിപ്പിച്ചിട്ടുണ്ടോ നിങ്ങള്? ഒന്ന് കേൾക്കട്ടെ. അപ്പോൾ നിങ്ങൾ കുറ്റവാളികളാണ്. യഥാർത്ഥ കുറ്റവാളികൾ നിങ്ങളാണ്, ലീഗാണ്. നിങ്ങൾ ഇവർക്ക് സംരക്ഷണം കൊടുക്കുമായിരുന്നോ? ശരി, ഞാൻ പറയട്ടെ. എന്തുകൊണ്ട്? നിങ്ങൾ പറഞ്ഞത് അല്ല, എന്റെ സമയത്തല്ലേ ഒന്ന് നവാസ് പറയാൻ ഇടപെട്ടത്? പറ്റില്ല. അല്ല, നിങ്ങൾ മുസ്ലിം എന്തുകൊണ്ട് ലീഗ് ഇനിയിപ്പോ നിങ്ങൾ സമരം അതിനെ ചെയ്തോ ഇല്ലയോ സമരത്തിലില്ല? എന്നുള്ളതല്ല. ഞാനൊന്ന് ഉത്തരവാദിത്തം പറഞ്ഞോട്ടെ. എന്താണ് എന്ന നിങ്ങളുടെ ചോദ്യം അവിടെ MLA കിടക്കുകയാണ്. നിയമസഭയിൽ അവതരിപ്പിച്ചില്ല. എന്നാൽ ആ തർക്കം നമുക്ക് അങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ട. അല്ല, എന്തായാലും നിയമസഭയിൽ ഇതിനകത്ത് അവതരിപ്പിച്ചില്ല. അപ്പോൾ സാധാരണ നിങ്ങൾക്ക് വിവാദം പോലെ ആരോപണം കത്തി ഉണ്ടെങ്കിൽ ഒടുങ്ങുമെന്ന് വിചാരിക്കാൻ ജനാധിപത്യ നിവൃത്തിയില്ലാത്തതാണ് രീതിയിലാണ്. ഇത്. ഞാൻ പറയാം, ഇതിന്മേൽ സർക്കാർ നടപടിയെടുക്കാൻ നിർബന്ധിതമാകുന്ന നടപടി എന്തായിരിക്കണമെന്നാണ് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു റജി ലൂക്കോസ്, നവാസ് ഒപ്പം സുപ്രീം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.